പോലീസ് സ്റ്റേഷനുകളിൽ ഇൻസ്പെക്ടർമാർക്ക് SHOയുടെ ചുമതല നൽകുന്ന സംവിധാനം പരിഷ്കരിക്കാമെന്ന് സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് റിപ്പോർട്ട് നൽകി. നിലവിലെ സംവിധാനത്തിലുള്ള നിരവധി അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ് DGPയുടെ റിപ്പോർട്ട്. സർക്കാർ അംഗീകരിച്ചാൽ പ്രധാനപ്പെട്ട 63 സ്റ്റേഷനുകളിൽ മാത്രം ഇൻസ്പെക്ടർമാർ തുടരും. 421 സ്റ്റേഷനുകളിൽ SIമാർ SHO ആകും. ദേവൻ MP ആണ് ചേരുന്നത്. ദേവൻ, എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ? ഷാമിലി, സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിൽ പൂർണ്ണമായൊരു ഉടച്ചുവാർക്കലാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത് ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. മുൻപ് പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇത്തരത്തിൽ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷന്റെ ചുമതല അത് CIമാർക്ക് നൽകിക്കൊണ്ട് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർമാരായിരുന്നു പോലീസ് സ്റ്റേഷന്റെ SHOമാരായി ഉണ്ടായിരുന്നത്. ഈ ഒരു സംവിധാനം മാറ്റിക്കൊണ്ട് പഴയ പോലെ തന്നെ മുൻപുണ്ടായിരുന്നത് പോലെ തന്നെ SIമാർക്ക് സ്റ്റേഷൻ ചുമതല നൽകുന്ന ആ ഒരു സംവിധാനത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ഈ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയെ ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ തന്നെ മുന്നോട്ട് വെച്ച നിർദ്ദേശമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ADGP ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇത് സംബന്ധിച്ച് പഠനം നടത്തുകയും ആ പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ DGPക്ക് കൈമാറിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. DGP ഈ റിപ്പോർട്ട് ഇനിയിപ്പോൾ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് കൈമാറും. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഇത് മന്ത്രി അറിയിക്കുന്നതിന് മുറയ്ക്കായിരിക്കും ഇനിയിപ്പോൾ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവുക. പ്രധാനമായും ഈ റിപ്പോർട്ടിൽ പറയുന്നത് 421 സ്റ്റേഷനുകളിൽ ഇനി മുതൽ SHOമാരായി അത് SIമാർക്ക് തന്നെ ആ സ്റ്റേഷൻ ചുമതല നൽകുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിലവിലുള്ള സ്റ്റേഷനുകളിൽ തുടരുന്നതിൽ CIമാരായി 63 സ്റ്റേഷനുകളിൽ മാത്രമായിരിക്കും ഇൻസ്പെക്ടർമാർക്ക് അതായത് SHOമാരായി തുടരാനുള്ള ഒരു സാധ്യതയുള്ളത്. അതായത് പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ, നഗരത്തിലെ പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷനുകൾ, അല്ലെങ്കിൽ സുപ്രധാനപരമായ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കേസുകൾ, അല്ലെങ്കിൽ അതീവ സുരക്ഷാ മേഖലയുള്ള പോലീസ് സ്റ്റേഷനുകൾ, ഇത്തരം സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും ഇനിയിപ്പോൾ ഈ ഇൻസ്പെക്ടർമാർ SHOമാരായി തുടരുക. ബാക്കി കേരളത്തിലെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലെല്ലാം തന്നെ SIമാരായിരിക്കും ഇനിയിപ്പോൾ SHOമാരായി തുടരുന്നത്. മാത്രമല്ല അധികമാകുന്ന 206 ഇൻസ്പെക്ടർമാരെ വിവിധ യൂണിറ്റുകളിലേക്ക് മാറ്റാനും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു സംവിധാനത്തിൽ നിരവധി അപാകതകൾ ഉണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മാറ്റം പ്രധാനമായും ആഭ്യന്തര വകുപ്പിനോട് ഈ മാറ്റം പോലീസിലെ ഉന്നത മേധാവികളിൽ നിന്നും ഒരു ആവശ്യമായിട്ട് ഉയരുന്നത്. മാത്രമല്ല ഈ പോലീസ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 210 സർക്കിളുകൾ പുതിയതായി രൂപീകരിക്കാൻ കൂടി ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. പ്രധാനമായും ഈ ജില്ലാ അടിസ്ഥാനത്തിൽ പോലീസിന്റെ സംവിധാനം കൂടുതലായി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് ക്രൈം ബ്രാഞ്ചസിന്റെ രൂപീകരണത്തെ പറ്റി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചസിന്റെ രൂപീകരണത്തെ പറ്റിയും പറയുന്നുണ്ട്. അങ്ങനെ വിശാലമായ അർത്ഥത്തിൽ പോലീസ് സംവിധാനത്തിൽ വലിയ രീതിയിലുള്ള ഉടച്ചുവാർക്കലാണ് ഈ റിപ്പോർട്ടിലൂടെ പരാമർശിക്കുന്നത്. ഇനിയിപ്പോൾ ഈ റിപ്പോർട്ട് വിശദമായി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഇത് വിശദമായി പരിശോധിക്കുവാൻ ശേഷം ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഈ റിപ്പോർട്ട് കൈമാറും. ഒരുപക്ഷേ ഇത് മുൻപ് തന്നെ അല്ലെങ്കിൽ UDF സർക്കാരിന്റെ ഒരു നയമെന്നുള്ള രീതിയിൽ മുൻപ് തന്നെ ഇത് പ്രഖ്യാപിച്ച കാര്യമായതിനാൽ സ്വാഭാവികമായും ഇനിയിപ്പോൾ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ മുൻപുണ്ടായിരുന്ന CIമാർക്ക് SHO ചുമതല നൽകുന്ന സ്റ്റേഷൻ ഹൗസ് ദേവൻ MP ആണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.